ഇപ്പം ഒനാന ആയാലും ഒനാനയുടെ ബാക്കപ്പ് ഉണ്ടായിരുന്ന ബെൻഡിയർ ആയാലും മിസ്റ്റേക്സുകൾ വരുത്തി. സത്യം പറഞ്ഞാൽ ലെമൻസ് ആദ്യ സീസൺ ആയതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകൾ വരും, നമ്മളിവിടെ സെറ്റിലാവാൻ സമയം എടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സീസണിൽ ലെമൻസിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ വിസിബിളായിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയത്തക്ക ഒരു മിസ്റ്റേക്കും വന്നിട്ട് പോലും ഇല്ല. വെൽബെക്കിൻ്റെ ഫ്രീ കിക്ക് അങ്ങനെ ഒന്ന് രണ്ട് ഇത് ഹി കുഡ് ഹാവ് ഡൺ ബെറ്റർ എന്ന് പറയല്ലാതെ ഒരു മിസ്റ്റേക്ക് ഇതുവരെ ലെമൻസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ കളി ലെമൻസിൻ്റെ EPL ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് തുടർച്ചയായി 10 കോർണറുകൾ വരുന്നു. അത് എന്താ പറയുക, ആർസണൽ സ്റ്റൈലിൽ അവർ ഗോളിനെ ഷീൽഡ് ചെയ്ത് കൂടുതൽ ആളുകളെ ഇറക്കി അദ്ദേഹത്തിന് പ്രഷർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വളരെ ഭംഗിയിൽ എല്ലാം ഡീലും. പിന്നെ അതുപോലെ എല്ലാ കാര്യത്തിലും ഇപ്പം നമ്മൾ ഈ കോർണർ സെറ്റ് പീസിൽ മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും 2 കാലും കംഫർട്ടബിളാണ്, വളരെ ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഷോർട്ട് സ്റ്റോപ്പറാണ്. ഇന്നലെ മൈക്കിൾ കീൻ്റെ നല്ലൊരു ലോങ് റേഞ്ചർ ഉണ്ടായിരുന്നു, പുള്ളി ഡൈവ് ചെയ്ത് തടുത്ത്. അപ്പോൾ എന്താ പറയുക, ഒരു 1-ാം സ്ഥാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഫ്യൂച്ചർ നമ്പർ 1 എന്നുള്ള പൊസിഷൻ ലെമൻസ് സ്വന്തമാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ കാലങ്ങളായിട്ട് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പേഴ്സിന് അങ്ങനെ ഒരു ലെഗസി ഉണ്ടായിരുന്നു. ഇപ്പോൾ സാറ്, ഡിഹേയ, അങ്ങനെ വന്നവരും പോയവരൊക്കെ ആയിട്ടുള്ള നല്ല നല്ല ഗോൾ കീപ്പേഴ്സിന്റെ ലെഗസി കീപ്പ് ചെയ്ത് കൊടുത്തുന്നത്. പിന്നെ വരുന്നത് യുണൈറ്റഡിന് പലപ്പോഴും ഗോൾ കീപ്പറിന്റെ എറർ മത്സരം തോൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു മാച്ച് വിന്നറിനെ കിട്ടുന്നു. നമ്മൾ ഫെർഗൂസിന് ശേഷം ഒരുപാട് കളി ഡെഹിയ സ്വന്തം നിലയിൽ പോയിന്റ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് ആയ പ്ലെയർ ഒരു പക്ഷേ ഡെഹി ആയിരിക്കും ഫെർഗൂസൻ ഇറക്കിയ ശേഷം. അതിനുശേഷം വളരെ മോശം 2 വർഷമാണ് കടന്നുപോയത്. അതായത് ഗോൾ കീപ്പർ കാരണം കളി ജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം. നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഒനാനയുടെ ഫസ്റ്റ് വർഷം ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായത് ഈ ഒനാനയുടെ ഒരു മിസ്റ്റേക്സ് കൊണ്ട് മാത്രമാണ്. അത് തുടർച്ചയായി 4 കളിയിലും മിസ്റ്റേക്സ് പറ്റിയിട്ട്. അപ്പോൾ അതിന് ശേഷം വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പർ വന്നതെന്നുള്ളത് യുണൈറ്റഡിന് ഭയങ്കര ആശ്വാസമാണ്. ഇപ്പം സ്വന്തം നിലയിൽ പോയിന്റുകൾ, അത് ഏതൊരു വലിയ ടീമിൻ്റെ ഒരു സൈനാണ്. ഈ 11 പ്ലേയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിപ്പം ഒരു ഗോൾ കീപ്പർ കാരണം യുണൈറ്റഡിന് നഷ്ടപ്പെടാവുന്ന പോയിന്റ്സ് കിട്ടുക എന്നുള്ളത് യുണൈറ്റഡിന് ഒരു ഭയങ്കര ആശ്വാസമുള്ള കാര്യമാണ്.